അപ്പോൾ അള്ളാഹുവിലേക്കുള്ള വസൂൽ എന്ന് പറഞ്ഞാൽ മുഷാഹദത്തു അസ്റാറി റുബൂബിയ്യ എന്നാണ്. അള്ളാഹു റബ്ബാണ് എന്നതിൻ്റെ മേൽ അറിയിക്കണ ദൃഷ്ടാന്തങ്ങളെ ഈ ലോകത്ത് ഭൂമിൻ്റെ അടിയിൽ അള്ളാഹു വിന്യസിച്ചിട്ടുണ്ട്, ആകാശത്ത് വിന്യസിച്ചിട്ടുണ്ട്, നമ്മളെ കാണാത്ത പല സ്ഥലങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട്. ഈ ദൃഷ്ടാന്തങ്ങളെ ഈ ഇരിപ്പിലിരുന്ന് നോക്കി കാണാൻ പറ്റുന്നതായ ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോഴേ അള്ളാഹുവിലേക്കുള്ള വസൂൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റും. ആ ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ കഴിയണം. അതാണ് മഹാനായ ഖാദി അബൂബക്കർ അറബി തങ്ങൾ പറഞ്ഞത്. ഈ അവസ്ഥ ഉണ്ടാക്കി തീർന്നാൽ റാൽ മലായിക്കത്തിനെ കാണാൻ കഴിയും, വറാൽ അമ്പിയാക്കന്മാരെ കാണാൻ കഴിയും, വയസ്മാഉ കലാമഹും അവർ സംസാരം കേൾക്കും, വയുക്കല്ലിമൂനഹു അവരവനോട് സംസാരിക്കും, വയുക്കല്ലിമുഹും അവൻ അവരോടും സംസാരിക്കും. ഈ അവസ്ഥ ഉണ്ടാക്കി തീർത്താൽ അതിനൊക്കെ സാധിക്കും മനുഷ്യർക്ക്. അപ്പോൾ മഹത്തുക്കളാവുന്ന അള്ളാഹുവിൻ്റെ മുഖദ്ദസ്തായ അർവാഹുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ അർവാഹുകളെ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർവ്വ അമ്പിയാക്കന്മാരും കണ്ടില്ലേ? അതിൻ്റെ പ്രധാനപ്പെട്ട അമ്പിയാവിൻ്റെ രൂപത്തിനെ പറ്റി റസൂൽ പറഞ്ഞു, വറഅയ്തു ആദമിനെ ഞാൻ കണ്ടു, കഅന്നഹു നഖലത്തുൽ തിവാൽ, ഒരു നീണ്ട ഈത്തപ്പരമരം പോലെയുണ്ട്, മൂപ്പര് വലിയ നീളുള്ള മനുഷ്യനാണ്. വറഅയ്തു ഇബ്രാഹിം നബിനെ ഞാൻ കണ്ടു, വാനാശ്ബഹു ഉൽദി ഇബ്രാഹിമിൻ്റെ മക്കളിൽ നിന്ന് ഇബ്രാഹിം നബിനോട് ഏറ്റവും അധികം സാദൃശ്യമുള്ളവൻ ഞാനാണ് എന്ന് റസൂൽ പറഞ്ഞു. റസൂലാണ് ഇബ്രാഹിം നബിനോട് ഏറ്റവും അധികം. ഒറായിത്ത് മൂസ യുസല്ലി ഫിൽ ഖബർ, മൂസ നബിയെ ഖബറിൽ ദിക്കരിക്കണമെന്ന് ഞാൻ കണ്ടു. മൂസ ഹീന യൻഹജറു ഫിൽ വാദി, ഹജ്ജിൻ്റെ സമയത്ത് ആ മലൻ്റെ താഴ്വരയിലേക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അത് ഇപ്പോഴും ഞാൻ കാണുന്നത് പോലെ ഉണ്ട്. വറായിത്തു ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഞാൻ കണ്ടു. കഅന്നഹു ഖറജ മിൻ ദീമാസ്, ഒരു എയർ കണ്ടീഷൻ പോലത്തെ അല്ലെങ്കിൽ തണുപ്പുള്ള അല്ലെങ്കിൽ കുളിമുറി എന്നൊക്കെ വരണമായിരിക്കുന്നുണ്ട്. അത്ര സുന്ദരമായൊരു മുഖമാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ പല അമ്പിയാക്കന്മാരും കണ്ടു. അവർ ചില അമ്പിയാക്കന്മാരെ കണ്ടത് ഒട്ടകത്തിൻ്റെ മൂക്കയർ പിടിച്ച് ഒട്ടകത്തിൻ്റെ പേരിൽ വില കയറിയിരിക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ പല അമ്പിയാക്കന്മാരും കണ്ട അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഈ പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം കൊണ്ടിട്ട് മുന്നിലുള്ളതല്ലാത്ത കാണാൻ കഴിയും. അതിൻ്റേതായ മാധ്യമങ്ങൾ ഉപയോഗിച്ചാൽ ലോകത്തുള്ള സംസാരം കേൾക്കാൻ കഴിയും. അതിനുള്ള വയറുള്ളതോ ഇല്ലാത്തതായ മറ്റതിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വികസിപ്പിച്ചെടുത്ത് അതിൻ്റെ ഫോണായാലും വേണ്ടില്ല അല്ലാത്തായാലും വേണ്ടില്ല അത് ഉപയോഗിച്ചാലൊക്കെ. അപ്പോൾ എന്നതുപോലെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം നിമിഷങ്ങളെ കൊണ്ട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നമ്മൾക്ക് പല ടെക്നോളജിയുണ്ട്. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ ആ ടെക്നോളജി ഉപയോഗിച്ചു. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബൽഖീസ് രാജ്യത്തിൻ്റെ കട്ടിൽ നിമിഷങ്ങളെ കൊണ്ടല്ലേ മഹാനാവുന്ന സുലൈമാൻ നബീൻ്റെ സാന്നിധ്യത്തിലെത്തിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ ബഹിരാകാശത്തിൽ കൂടി റസൂലുള്ള ബഹിരാകാശത്തിൽ കൂടി സഞ്ചരിച്ചത് അത് ഇപ്പോൾ ഒരു പുതിയ സംഭവമല്ലല്ലോ. അതുപോലെ തന്നെ പ്രത്യേക വാഹനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി. മക്കത്ത് നിന്ന് നിമിഷങ്ങളെ കൊണ്ട് അവിടെ എത്തി. പല യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിലുള്ള സംഭവങ്ങൾ റസൂലുള്ളാഹി ലൈവായിക്കൊണ്ട് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി യുദ്ധത്തിന് അവിടെ പോയിട്ടല്ല, റസൂലുള്ളാഹി പങ്കെടുക്കാത്ത യുദ്ധങ്ങളിൽ പോലും ആ യുദ്ധത്തിലുണ്ടാവുന്ന അവസ്ഥകൾ വിവരിച്ചു കൊടുക്കണം, ആ സമയത്ത് നടക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇതൊന്നും പുതിയ ടെക്നോളജികളൊക്കെ അത് പുതിയ സാങ്കേതിക വിദ്യകളെ കൊണ്ടാണ് അമ്പിയാക്കന്മാർ അവരെ ഈമാനെ വികസിപ്പിച്ചെടുത്തു. അള്ളാഹുവിൻ്റെ ഔലിയാവും അവരെ ഈമാൻ അത് അവർ വികസിപ്പിച്ചെടുക്കാൻ ഉപയോഗിച്ച മാർഗം എന്താണെന്നാണ് ഇതുപോലുള്ളതായ സ്വലാത്താവുന്ന ദിക്റുകൾ, അള്ളാഹുവിൻ്റെ അസ്മാ ആവുന്ന ദിക്റുകൾ. നമ്മൾ പ്രധാനപ്പെട്ട റാത്തീബുകളിലൊക്കെ പല ദിക്റുകൾ കണ്ടില്ലേ? ഇതുപോലത്തെ ദിക്റ് അള്ളാഹിൻ്റെ പേരുകളൊക്കെ ദിക്റാണ്. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറയലൊക്കെ ദിക്റാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ അമ്പിയാവിൻ്റെ പേരുകൾ ദിക്റാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവിൻ്റെ പേരുകൾ ദിക്റുകളാണ്. അങ്ങനത്തെ ദിക്റുകളെ കൊണ്ടിട്ടൊക്കെ റസൂലുള്ളാഹിൻ്റെ മേലുള്ള സ്വലാത്ത് ദിക്റാണ്. മഹാന്മാരാവുന്ന അമ്പിയാവിൻ്റെ മേലുള്ള സലാം അത് ദിക്റാണ്. അങ്ങനത്തെ ദിക്റുകളെ കൊണ്ട് ദിക്റില്ലാത്ത നിലയ്ക്ക് ദിക്റ് കൊണ്ട് സാധിക്കണമെന്നാണ് അള്ളാഹുവിലേക്കുള്ള വസൂൽ.
അപ്പോൾ ദിക്ർ ചൊല്ലി ഹൃദയത്തെ വിശുദ്ധമാക്കുക. ആ ഹൃദയത്തിൽ നിന്ന് മോശമായ സ്വഭാവങ്ങളെ ഉപേക്ഷിക്കാം. സർവ്വ അവയവങ്ങളെയും ഒരു മഅസിയത്തിനിക്ക് വഴിപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലാക്കി തീർക്കുക. അതാണ് യഥാർത്ഥ മുഅ്മിനിക്ക് വേണ്ടത്. ആ ഒരു അവസ്ഥ കണ്ടില്ലേ? ബിശുല്ലാഫി തങ്ങൾ ഭക്ഷണത്തിന് ജനിക്കപ്പെട്ട ഹാദർ റജുൽ ലാ യഅ്കുലു ത്വഅം, ഇയാൾക്ക് എന്ത് പറ്റി, ഇയാൾ ഭക്ഷണം കഴിക്കണില്ലല്ലോ. അപ്പോൾ അയാൾ ബിശുല്ലാഫി തങ്ങളാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എന്ത് പറഞ്ഞു? ഇന്ന ഹാദർ റജുല ലാ തംതദ്ദു യദുഹു ഇലാ ത്വഅമിൻ ഫീഹി ഹറാം ഔ ശുബ്ഹ, ഹറാമോ ശുബ്ഹത്തുള്ള ഭക്ഷണത്തിലേക്ക് ഇയാളെ കൈ പോകില്ല. കൈ അങ്ങോട്ട് കൊണ്ടുകൊണ്ട് കൈ ആരോ പിന്നിൽ നിന്നിങ്ങോട്ട് വലിക്കണമായിരിക്കും. അപ്പോൾ ഏത് അവയവങ്ങളെ കൊണ്ടും ഒരു ഹറാമായ സംഗതി ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ അവയവം അതിന് വഴിപ്പെടാതിരിക്കുക. കറാഹത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും വഴിപ്പെടരുത്, ഖിലാഫുലവലിക്കും വഴിപ്പെടരുത്. ഇതാണ് അമ്പിയാക്കന്മാരുടെ സ്വഭാവം. ആ സ്വഭാവം ഉണ്ടാക്കി തീർക്കാനുള്ള അതിൻ്റെ മാർഗങ്ങളാണ് ഇതുപോലുള്ള സ്വലാത്തുകൾ, ആ സ്വലാത്താവുന്ന ദിക്റുകളും അല്ലാത്ത ദിക്റുകളൊക്കെ. അപ്പോൾ ദിക്റുകളെ വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്കുള്ള വസൂലിനെ കഴിയണത്ര ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അമ്പിയാവും ഔലിയാവും ഒക്കെ എത്തിപ്പെട്ട ആ മേഖലയിൽ എത്തിപ്പെടാൻ കഴിയും നമുക്ക്. കാരണം നമ്മൾ മനുഷ്യർക്ക് കൽബൊക്കെ മോശമാണ്. ഒരിക്കലും ഇതിനെ നന്നാക്കാൻ വലിയ പ്രയാസമാണ്. നന്നാക്കാൻ പറ്റുന്ന ആളുകളൊന്നും ചെയ്യും. ആക്കണേ നല്ല മഹാന്മാരാവുന്ന മശായിഖന്മാർ വേണം. ഷേഖുക ഉവല്ലദീ അഖ്റജക ബിൻ സിജ്നിൽ, അവ തടിൻ്റെ അവയിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു തരാൻ ഷേഖിക്ക് ചെയ്യണം. നിൻ്റെ ഒമാസാല യജ്ലു മിർആത്ത കൽബിക്ക്, നിൻ്റെ ഹൃദയമാവുന്ന കണ്ണാടിയെ കടഞ്ഞ് ശുദ്ധീകരിച്ച് ഹത്താ തതജല്ലാ ഫീഹി അൻവാർ റബ്ബിക്ക്, റബ്ബിൻ്റെ പ്രഭകൾ നിൻ്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ച് തരാൻ ശേഖരിക്ക് ചെയ്യണം. നിൻ്റെ ഓരോ സമയത്തും നിൻ്റെ പിന്തുടർന്നുകൊണ്ട് നിൻ്റെ പ്രത്യേകമായി ശ്രദ്ധിക്കാൻ ശേഖരിക്ക് ചെയ്യണം. അവനാണ് ഷേഖ്. അല്ലാതെ ഏതെങ്കിലും കള്ളന്മാരൊപ്പം വയ്യാതെ കൂടിയിട്ട് കാര്യമില്ല, രക്ഷപ്പെടാൻ കഴിയില്ല. ശൈത്താൻ്റെ സേവകളാണ് ഇക്കാരം എല്ലാം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ലെങ്കിൽ അങ്ങനത്തെ വരെ കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് ഇതുപോലുള്ള ദിക്ർ പോലത്തെ സലാത്തുകൾ സലാത്ത് പോലത്തെ പ്രധാനപ്പെട്ട ദിക്റുകളെ വർദ്ധിപ്പിച്ച് ഹൃദയത്തിനെ വിശുദ്ധമാക്കാൻ വേണ്ടി കഴിയുന്നത്ര ശ്രമിച്ച് മറ്റുള്ള ദുനിയാവുന്ന പല ഇച്ഛകൾ, ദുനിയാവുന്നതായ മാസികത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതായ സ്വഭാവങ്ങൾ ദൂഷ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനസ്സിലൊരു ചെറിയ കിബറുണ്ടായ ഈമാനെ വളർത്താൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഏറ്റവും നമുക്ക് വേണ്ടത് നമ്മൾ താഴ്മയോട് കൂടി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അസദ് ഉണ്ടായിപ്പോയാൽ അത് വലിയ അപകടമാണ്. കിബറുണ്ടായിപ്പോയാൽ അപകടമാണ്. രുചിവുണ്ടായിപ്പോയാൽ നമ്മളാണ് വലുതായി തോന്നുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അപ്പം അങ്ങനത്തെ എല്ലാ നിലക്കുള്ള മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിക്കാൻ എല്ലാവരും ശ്രമിക്കണം. എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.